നാസറിന്റെ പപ്പായത്തോട്ടം നാട്ടുകാർക്ക് അത്ഭുതമാണ്. പരിസരത്തൊന്നും ഇത്തരമൊരു തോട്ടമില്ല. പപ്പായ ഈ രീതിയിൽ കൃഷി ചെയ്യാനാകുമെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക കൂടിയാണ് നാസർ. പലയിടത്തു നിന്നായി പഠിച്ചാണ് റെഡ് ലേഡി പപ്പായ കൃഷി നാസർ തുടങ്ങിയത്. കൃഷിയിലെ ലാഭത്തെക്കുറിച്ച് വ്യക്തമായ കണക്കുകൂട്ടലുണ്ട് ഇദ്ദേഹത്തിന്. പക്ഷേ ഇത് ₹1 മുടക്കിയാൽ ഏകദേശം 13 രൂപയുടെ മേലെ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. ശരാശരി ഒരു മരത്തിന് ₹200 ചിലവ് വരും. പക്ഷേ ഒരു മരത്തിൽ നിന്നും ശരാശരി 100 കിലോ വരെ ഒരു ഇയറിൽ നമുക്ക് റിട്ടേൺ കിട്ടും എന്നാണ് എൻ്റെ പഠനം. ഞാൻ 2-3 വർഷമായി ഇതിൻ്റെ ആദ്യം തൈകൾ കൊണ്ടുവന്ന് പരീക്ഷണം നടത്തി ഇതിൻ്റെ ശേഷമാണ് ബൾക്കായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. 2 മാസം കൊണ്ട് 1200 കിലോ പപ്പായ ഇതുവരെ വിളവെടുത്തു. മുടക്കുമുതൽ ലഭിച്ചു കഴിഞ്ഞു. ഇനിയുള്ളതെല്ലാം ലാഭമെന്നാണ് നാസറിന്റെ പക്ഷം. വിത്ത് വാങ്ങി മുളപ്പിച്ചെടുത്താണ് കൃഷി. റെഡ് ലേഡിയുടെ 700 വിത്തുകൾക്ക് 2750 രൂപയാണ് വില. ആവശ്യത്തിന് വെള്ളവും വളവുമുണ്ടെങ്കിൽ കാര്യമായ പരിചരണമില്ലാതെ ഈ കൃഷി ചെയ്യാം. നെടിയിരുപ്പ് കൃഷി ഓഫീസിന്റെ മികച്ച പിന്തുണയും കർഷകനുണ്ട്. നമ്മളിപ്പോൾ ഇതിന് സഹായം കൊടുക്കാൻ പോകുന്നത് ആത്മ എന്ന പദ്ധതിയുടെ കീഴിലുള്ള ഒരു പ്രദർശനത്തോട്ടത്തിൻ്റെ ആനുകൂല്യമായിട്ടുള്ള ഒരു 10,000 രൂപയുടെ ധനസഹായമാണ് ഇതിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പദ്ധതി വന്നപ്പോൾ തന്നെ ഒരു 4-5 മാസം മുമ്പ് ഞാൻ നാസറുമായിട്ട് ഇതേ ഫീൽഡിൽ തന്നെ വരികയും അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്, നമുക്ക് പുതുതായിട്ട് ആൾക്കാർക്ക് പുതുമ തോന്നത്തക്ക വിധത്തിൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം നാസറിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിന്ന് റെഡ് ലേഡി പപ്പായ വെച്ചിട്ട് മൈക്രോ ഇറിഗേഷൻ വെച്ചിട്ട് ചെയ്യാൻ വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പദ്ധതിയിലേക്ക് നാസറെ ഇറങ്ങിച്ചെല്ലുന്നത്. ഇതോടൊപ്പം ചീര, മത്തൻ തുടങ്ങിയവയും പപ്പായക്കിടയിൽ കൃഷി ചെയ്യുന്നുണ്ട്. പപ്പായയിൽ നിന്ന് മൂല്യവർദ്ധിത വസ്തുക്കൾ ഉത്പാദിപ്പിക്കാനുള്ള പഠനത്തിലാണ് നാസർ. വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളാക്കാനുള്ള സംവിധാനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ